നമസ്കാരം, മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം തന്നെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 0.99%, ഓൾമോസ്റ്റ് 1% ഡൗൺ ആയിട്ട് ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 1.27% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. US-ൻ്റെ ഫെഡ് റേറ്റ് കട്ട് മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഫെഡ് റിസർവ് നൽകിയിട്ടുള്ള ഗ്രോത്ത് കൺസേൺസ്, ഇനി ഒരു ഫർദർ റേറ്റ് കട്ട് ഉണ്ടാകില്ല, 2025 റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള സൂചനകളെല്ലാം മാർക്കറ്റിനെ സാരമായിട്ട് ബാധിച്ചു. ടെക്നോളജി സ്റ്റോക്സിലെല്ലാം തന്നെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും കഴിഞ്ഞ ദിവസം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി ഡിസിഷൻ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് 2% എന്ന നിലയിൽ തന്നെ മൂന്നാം തവണയും നിലനിർത്തി. അതും മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിച്ചു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. നിക്കി ഇന്നും 1.28% അപ്പോടുകൂടി പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഹാങ്സങ് 0.5% ഡൗൺ ആണ്. കോസ്പി 1% പോസിറ്റീവായാണ് ട്രേഡ് ചെയ്യുന്നത്. US ചൈന ട്രേഡ് ഡീലുകൾ ചർച്ചകൾ വീണ്ടും കാര്യമായ ഒരു പുരോഗതി ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നു. എങ്കിൽ കൂടി രണ്ട് വിഭാഗങ്ങളും തമ്മിലൊരു പോസിറ്റീവ് സമീപനം ഇരുഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോയാബീൻ കൂടുതൽ വീണ്ടും എക്സ്പോർട്ട് ചെയ്യാമെന്ന് ചൈന സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ചൈനയുടെ നിലവിലുള്ള താരിഫ് 57% എന്നുള്ള താരിഫ് 10% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് 47%ലേക്ക് പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് വാറുകൾ അവസാനിക്കാൻ പോകുന്നു എന്നൊരു സൂചനയാണ് നൽകുന്നത്. എങ്കിൽ കൂടി ഇൻഡെക്സസിൽ അതിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ചൈനീസ് മാർക്കറ്റ് ഇന്നും 0.5% ഡൗൺ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ കാര്യമായ മുന്നേറ്റങ്ങളൊന്നുമില്ല. ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സമാന രീതിയിലുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരിക്കും നമുക്ക് ഇന്ന് നിഫ്റ്റിയിലുണ്ടാവുക. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റിയുടെ അപ്സൈഡ് റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്യാനായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യതകളുണ്ട്. റിസൾട്ടുകൾ വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസുകളും ഡോളറിൻ്റെ എക്സസിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിക്കുന്ന ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം വാച്ച് ചെയ്യുക. ഇവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.